കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നേ ശങ്കറിനെ അന്വേഷിച്ചിട്ട് ശങ്കറിന്റെ പ്രണയിനി ഗംഗ അങ്ങനെ ചാരങ്ങാട്ട് വീട്ടിലേക്ക് വരുവാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഇതെല്ലാം കണ്ട് കിളി പോയ അവസ്ഥയിൽ നിൽക്കുവാണ് ഗൗരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശങ്കറിന്റെ ഗംഗയുടെ കുറെ നല്ല നിമിഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിയുടെ ഉള്ളിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അവസാനം കണ്ടത് വേണി ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരുന്നു, എങ്ങനെ രഞ്ജുവിനെ തകർക്കണം. അപ്പൊ രഞ്ജുവിനെ തകർക്കാൻ വേണ്ടിയിട്ട് ആദർശമായിട്ട് ചേർന്ന് വലിയൊരു പ്ലാൻ തന്നെ വേണി തയ്യാറാക്കുന്നുണ്ട്. ആദർശനോട് പറയുന്നുണ്ട്, എൻ്റെ ഒപ്പം സപ്പോർട്ട് നിന്നാൽ മാത്രം മതി, എന്ത് ചെയ്യണം നീ വേണിക്കറിയാം. ഈ വേണിയോട് അവളുടെ കളി, ഈ വേണിനെ അവൾക്ക് ശരിക്കും അറിയത്തില്ല. അവളുടെ വിചാരം എന്താ, ഞാൻ വെറും ഒരു ഭാര്യ മാത്രം ആദർശേട്ടന് വെറും ഒരു ഭാര്യ മാത്രമല്ല ഞാൻ, അവൾ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ ഞാൻ ആദർശന്റെ ആരാന്നുള്ള സത്യം. അങ്ങനെയൊക്കെ വേണി ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു നിമിഷം ആദർശന് പോലും ചിരി വന്നു പോയി വേണിയുടെ ഈ വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പം. പിന്നീട് കാണിക്കുന്ന ശങ്കർ പൂരം എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പൊ ശങ്കറിന് വലിയൊരു സർപ്രൈസ് തന്നെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മഹാദേവനും തങ്കച്ചിയുടെ ഒരു ബന്ധുവാണ് ഗംഗ. ഇതിനു മുമ്പ് ഗംഗ അവിടെ പലപ്പോഴും വീട്ടിൽ ചാരങ്ങാട്ട് വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ ഗൗരിയുടെ ശങ്കറിന്റെ കല്യാണത്തിനൊന്നും വന്നിരുന്നില്ല. ആ സമയത്ത് ഗംഗ ഇവിടെ ഇല്ലായിരുന്നു. ഗംഗ ആ സമയത്ത് പുറത്തായിരുന്നു, അതുകൊണ്ട് വരാനും സാധിച്ചില്ല. ഗംഗയ്ക്ക് ശങ്കറിനോട് ഒരു ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ തങ്കച്ചിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് മനഃപൂർവ്വം ഗൗരിയും ശങ്കറിനെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ഗംഗയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അപ്പൊ ഗംഗ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗയെ നേരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുക. അപ്പൊ ഈ ഒരു ഗ്യാപ്പില് അവരെ തമ്മിൽ തെറ്റിക്കാൻ ഗംഗേനെ വെച്ചിട്ട് കളി തന്നെ നടത്താമെന്ന് മഹാദേവൻ തീരുമാനിച്ചു. അങ്ങനെ ഗംഗ വീട്ടിലേക്ക് വന്നു. പക്ഷെ ഗംഗ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഗംഗേനെ കണ്ടു കഴിഞ്ഞപ്പം ഗൗരിക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ശങ്കറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും അതിന് മഹാദേവൻ തങ്കച്ചിയും കൊടുക്കുന്ന മറുപടിയൊക്കെ. പിന്നീട് തങ്കച്ചി പറഞ്ഞു, മോളെ എത്ര നാളായി നിന്നെ കണ്ടിട്ട്, നിനക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ, പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ ആന്റി? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. നിങ്ങളെ ആരെയും കണ്ടില്ലേലും എനിക്ക് എൻ്റെ ശംഖുവിനെ കാണണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. ആ ശംഖു എന്നുള്ള വിളി കേട്ടതും ഗൗരിയുടെ ഉള്ളിലൊരു പിടച്ചിലുണ്ടായി. കാരണം താൻ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് ശംഖുന്ന്. അപ്പൊ ഇവളങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ഇനിയിപ്പൊ താൻ അറിയാത്ത വല്ല രഹസ്യങ്ങളും ശങ്കറും ഇവളും തമ്മിലുണ്ടോ? ശങ്കറിന് ഇവളെ ഇഷ്ടമായിരുന്നോ എന്നൊക്കെ ഗൗരിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ല, തന്റെ ശങ്കർ അങ്ങനെയൊന്നുമില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും ശങ്കറിന് എന്തെങ്കിലും ഒരു പ്രണയം ഇവളോട് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു പക്ഷെ തന്നോട് തുറന്നു പറഞ്ഞാണ്. ആ ഒരു ചിന്തയൊക്കെയായിരുന്നു. അങ്ങനെ ശങ്കറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഗംഗ. അങ്ങനെ സന്ധ്യയായി കഴിഞ്ഞപ്പം പൂരം എല്ലാം കഴിഞ്ഞ് പൂരപ്പറമ്പിൽ നേരെ ശങ്കർ വീട്ടിലേക്ക് വന്നിപ്പം അവിടെ കാണുന്ന കാഴ്ച ഗംഗയായിരുന്നു. ഗംഗയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശങ്കർ ഓടി വരുവാണ്. ഗംഗയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ കാഴ്ച ഗൗരിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഓഹോ, അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്ര സമയം കാത്തു നിന്നേ, തന്റെ മുഖത്ത് കൺമുന്നിൽ വെച്ച് തന്നെ ഭർത്താവിനെ കെട്ടിപ്പിടിക്കുക. അത് കൊള്ളാലോ എന്നൊരു ചിന്ത ഗൗരിയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പിന്നീട് പെട്ടെന്ന് നിർത്തേ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, താൻ ചിന്തിക്കുന്നത് തെറ്റാണ്. എന്നെ ശങ്കരനോട് എത്ര നാളായി നിന്നെ കണ്ടിട്ട്, എങ്കിലും നിനക്ക് എന്നെ ഇടയ്ക്കൊന്ന് ഫോൺ വിളിച്ചുകൂടെ, ഒന്ന് സംസാരിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ശങ്കറിന്റെ അടുത്ത് ഗംഗ പെരുമാറുന്നേ. തങ്കച്ചി മഹാദേവൻ ഇതൊക്കെ ഗൂഢലക്ഷ്യത്തോടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തങ്കച്ചി ഇടയ്ക്കിടയ്ക്ക് ഗൗരിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, അവളുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങളൊക്കെ. അപ്പൊ ഗംഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വ്ളോഗർ കൂടിയാണ്. അങ്ങനെ അവള് ശങ്കറിനെ വെച്ചിട്ടൊരു വ്ളോഗ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വ്ളോഗില് ശങ്കറിനെ ചേർത്ത് നിർത്തിയിട്ട് അവള് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്രഷ്, എനിക്ക് ഇവനോട് ഭയങ്കര പ്രണയമായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണം. അപ്പൊ ശങ്കർ, നീ എന്തൊക്കെയാ ഗംഗയെ പറയുന്നത്, ഒന്ന് മിണ്ടായിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഗൗരിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. ഗൗരി നേരെ മുറിയിലേക്ക് കയറിപ്പോവാണ്. അപ്പം മഹാദേവൻ തങ്കച്ചി ഒന്ന് നോക്കി. പിന്നീട് മഹാദേവൻ തങ്കച്ചിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. നമ്മൾ കൃത്യസമയത്ത് തന്നെ ഗംഗേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കെന്ന് പറയണം. മഹാദേവൻ പറഞ്ഞു, നിന്റെ ബുദ്ധി അപാരം തന്നെ, പ്ലാനുകളൊക്കെ അങ്ങനെ ഏക്കാൻ തുടങ്ങിയെന്ന് തോന്നേ. അവൾ കയറിപ്പോയത് കണ്ടോ, അവളുടെ മുഖം നീ ശ്രദ്ധിച്ചായിരുന്നു ചോദിക്കണം. പിന്നെ അല്ലാതെ അവൾ അടപടലം തകർന്ന പോലെയല്ലേ നിൽക്കുന്നത്. ശങ്കറിന്റെ ഒപ്പം ഗംഗേനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് സഹിച്ചിട്ടില്ല. ഇനിയല്ലേ ഈ തങ്കച്ചിയുടെ ശരിക്കുള്ള മുഖം അവൾ കാണാൻ പോന്നേ. ഗംഗയെ വെച്ചൊരു കളി തന്നെ കളിക്കാൻ പോവാന്ന് പറയാണ്. ഈ സമയത്ത് മുറിയിലേക്ക് കയറി ചെന്ന് ഗൗരിക്ക് സഹിച്ചില്ല. ഗൗരി ഇങ്ങനെ ആലോചിച്ചു, ശങ്കർ എന്താ ഇത്ര ഇങ്ങനെ അവളുമായിട്ട് അടുപ്പത്തിലയക്കുന്നേ? ഒരു പക്ഷെ മുമ്പ് പരിചയമുള്ളതുകൊണ്ടാണോ, അതോ ഇനിയിപ്പോ താൻ സംശയിക്കുന്ന പോലെ മറ്റെന്തെങ്കിലും റിലേഷൻ അവർ തമ്മിലുണ്ടോ? അങ്ങനെയൊന്നുമില്ല.
അവള് വെറും ഫ്രണ്ട് മാത്രമാണ്, താൻ ഇങ്ങനെ ഒരിക്കലും തെറ്റിയിരിക്കാൻ പോലും പാടില്ല. പക്ഷെ ശങ്കറിനോട് അവള് പറഞ്ഞൊരു കാര്യം അത് മനസ്സിലൊടക്കി ഗൗരിയുടെ. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ പറ്റില്ല, എന്റെ ശങ്കുവിന്റെ ഡേ ആണ്, ഞങ്ങൾ രാത്രി മൊത്തം ഉറങ്ങാതിരിക്കും. ഇനിയിപ്പോ ശങ്കർ ഇങ്ങോട്ട് വരത്തില്ലേ തന്റെ അടുത്തേക്ക്, ഇനി അവളുടെ ഒപ്പമാണോ കിടക്കാൻ പോകുന്നേ? അതൊക്കെ ഓർത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗൗരി ഇങ്ങനെ ആലോചിച്ച് കുറെ സമയം ശങ്കറിനെ വെയിറ്റ് ചെയ്തിരുന്നു. ശങ്കർ ഇത്ര സമയം മുറിയിലേക്ക് വരാതിരിക്കുന്നതല്ല. കാണാതെ വന്നപ്പോഴത്തേനും ഗൗരി ഹാളിലേക്ക് ചെല്ലുവാണ്. ഹാളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, വ്ലോഗ് തീർന്നിട്ടില്ല, ശങ്കറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. അങ്ങനെ വ്ലോഗൊക്കെ നിർത്തിയതിന് ശേഷം ശങ്കറിനെ കെട്ടിപ്പിടിച്ച് ശങ്കറിനെ കവിളിലൊരു ഉമ്മയും കൂടെ കൊടുക്കുവാണ്. അങ്ങനെ ഉമ്മ കൊടുക്കുന്ന കാണുമ്പോഴത്തേനും ഗൗരിക്ക് വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിപ്പോയി. അത് മാത്രമല്ല, ശങ്കറിന്റെ മീശയൊക്കെ ഇങ്ങനെ പിരിച്ചു വെക്കുവാണ് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട്. തന്റെ ആരൊക്കെയോ ആണെന്നുള്ള ഭാവത്തില ഗംഗയുടെ ആ ഒരു പ്രവൃത്തിയൊക്കെ. ഇത് ഗൗരി കണ്ടോണ്ട് വന്നത് ശങ്കറും കണ്ടു. ശങ്കറിനും വല്ലാത്തൊരിതായിപ്പോയി. കാരണം ഗൗരി കണ്ടിട്ടുണ്ട് അവളുടെ മനസ്സിൽ ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ശങ്കറിന് അതെ, ഗംഗനെ ഞാൻ പരിചയപ്പെടുത്തിയില്ലോ, ഇതെന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാ ഗംഗ എന്ന് പറയണം. ഗൗരി പെട്ടെന്ന് ഞാൻ പരിചയപ്പെട്ടായിരുന്നു ഗംഗയായിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ വന്ന് കയറിയപ്പോ തന്നെ ഗൗരിനെ പരിചയപ്പെടുത്തായിരുന്നു മഹാദേവൻ തങ്കച്ചിയൊക്കെ. ഇത് ഭാര്യ എന്നൊക്കെ പറഞ്ഞ ശങ്കറിന്റെ. പക്ഷെ ഗൗരി വന്നിട്ട് ഗൗരിനെ അധികം മൈൻഡ് ആക്കുകയൊന്നും ചെയ്തില്ല ഗംഗ. കൂടുതൽ ശങ്കറിനോടാണ് ഇടപെട്ടത്. ആ സമയത്ത് ഗൗരിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ഗൗരി പറഞ്ഞു, ശങ്കറെ ബാ, സമയം ഇത്രയായില്ലേ, നമുക്ക് പോയി കിടക്കാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഗംഗ പറഞ്ഞു, കിടക്കാനോ ഇത്ര നേരത്തെയോ? കൊള്ളാം, നല്ല കഥയായിപ്പോയി. ഗൗരിക്ക് എന്തറിയാം, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ശങ്കർ രാത്രി ഉറങ്ങാറില്ലെന്ന് പറയണം. ശങ്കർ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും, എത്ര സമയം ഇരിക്കും എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്ത് പോലും ഇല്ലെന്ന് പറയാം. ശങ്കർ ഒരു കാര്യം ചെയ്യും, ഗൗരിയും കൂടെ ഒപ്പം കുടിക്കോളാൻ പറയണം. ഗൗരി പറഞ്ഞു, അത് വേണ്ട. ഗംഗ പറഞ്ഞു, ഗൗരിക്ക് ഉറക്കം വരുന്നുണ്ടായിരിക്കും, ഗൗരി പോയി കിടന്നോട്ടെ, നമുക്ക് ഇവിടെ ഇരിക്കാം ശങ്കര എന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് മഹാദേവനും തങ്കച്ചി അങ്ങോട്ട് വരുന്നേ. അവർക്കും മനസ്സിലായി ഗംഗ ഇനി ഈ രാത്രി ഇനി ശങ്കറിനെ ഉറങ്ങാൻ വിടുമെന്ന് തോന്നില്ല. അവള് പണ്ടും ഇതുപോലെ തന്നെയായിരുന്നു, വന്നിട്ടുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞ് നേരം വിളിപ്പിക്കും. ഇത് ഈ സമയം നന്നായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാൻ തന്നെ തങ്കച്ചി തീരുമാനിച്ചു. പെട്ടെന്ന് ഗൗരിയോട് പറഞ്ഞു, നീ പോയി കിടന്നു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അവർ തമ്മിൽ വല്ലതും സംസാരിക്കാട്ടെ, സംസാരിച്ചുകൊണ്ടിരുന്നോട്ടെ, അതിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാ നിൽക്കണമെന്ന് ചോദിക്കണം. ഗൗരിക്ക് വല്ലാത്ത വിഷമൊന്നും. അപ്പൊ ശങ്കറോട് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ഗൗരിയാണ് നിൽക്കുന്നതുകൊണ്ട് എന്താന്ന് ചോദിക്കാണ്. അല്ല, അവൾക്ക് ഉറക്കം വരുന്നുണ്ടെ പോയി കടന്നോട്ടെ എന്നാ പറഞ്ഞേ. ഗൗരി പറഞ്ഞു, ശരി ശങ്കരൻ എന്ന് പറഞ്ഞ് ഗൗരി അങ്ങോട്ട് കയറി പോവാണ്. ഗൗരിക്ക് വല്ലാത്തൊരു സങ്കടവും കൂടെ വന്നു. ശങ്കറിന് മനസ്സിലായി ഗൗരിയുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ആയിട്ടുണ്ട്. തന്നെയും ഗംഗയെ വെച്ചിന് ഈ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കുമോ, അതൊക്കെ കുറച്ച് സമാധാനക്കേടെ. പക്ഷെ ഇതൊന്നും ഗംഗ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ഗംഗ ഇങ്ങനെ ബാധാരാതെ ശങ്കറിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഗൗരിയുടെ ഉള്ള സമാധാനം കൂടെ പോവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ശിവരഞ്ജനെ പൊളിച്ചെടുക്കാനായിട്ട് ആദർശനോടൊപ്പം തന്നെ കട്ട സപ്പോർട്ടുമായിട്ട് രഞ്ജുവും കൂടെ പോകുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.